കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിച്ച സംസ്ഥാന നാടകയാത്രയ്ക്ക് കിഴക്കഞ്ചേരി പാണ്ടാങ്കോട്ടിൽ സ്വീകരണം നൽകി. ജനാധിപത്യവും മതനിരപേക്ഷതയും ഇല്ലാതാക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന സന്ദേശമോദിയാണ് ഇന്ത്യ സ്റ്റോറി നാടകം അവതരിപ്പിക്കുന്നത്. ജാഥ ക്യാപ്റ്റൻ അഖിലേഷ് തയ്യൂർ, വൈസ് ക്യാപ്റ്റൻ ഷീല പി കേശവൻ എന്നിവർക്ക് കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ, പ്രസാദ് എന്നിവർ പുസ്തകങ്ങൾ കൈമാറിക്കൊണ്ട് ജാഥയെ സ്വീകരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഇന്ത്യ സ്റ്റോറി എന്ന നാടകയാത്ര ഇന്ന് കാവശ്ശേരിയിൽ വെച്ചാണ് ആരംഭിച്ചത്. സമയപരിമിതി മൂലം നമ്മൾക്ക് ഇത് വളരെ സമയക്രമത്തിനുള്ളിൽ തീർക്കേണ്ടതായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഏറ്റവും ശക്തമായൊരു നാടകമാണ് ഇന്ത്യ സ്റ്റോറി. തീർച്ചയായും അത് എല്ലാവരും ആസ്വദിക്കുക, മനസ്സിലാക്കുക. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെ കാലമായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ആ പൊതുസമൂഹം അതാത് കാലത്ത് അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതാത് കാലത്ത് ആ സമൂഹം ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പല വിഷയങ്ങൾ, അത് കലയുടെ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇക്കാലത്തും ആ കലാജാഥ വീണ്ടും എത്തുകയാണ് ഇന്ത്യ സ്റ്റോറിയായി. കാരണം നിരവധിയാർന്ന പ്രശ്നങ്ങൾ നമുക്ക് ഈ കേരള സമൂഹത്തിൽ പങ്കുവെക്കാനുണ്ട്. നമ്മുടെ നാട് സവിശേഷമായി നേരിടുന്ന ചില പ്രശ്നങ്ങൾ, നമ്മുടെ രാജ്യം നേരിടുന്ന ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ കാലത്ത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ സ്വരാജ് റൗണ്ടിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇന്ത്യ സ്റ്റോറിയുമായി എത്തുന്നത്. ഞാൻ മൊഴി എഴുത്തുകാരിയാണ്. സാധാരണക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെയും പക്ഷം ചേർന്നായിരുന്നു എൻ്റെ എഴുത്ത്. മാനവികതയുടെയും മതേതരത്വത്തിൻ്റെയും കൂടെ ചേർന്ന് നിന്നാണ് ഞാൻ എഴുതിയിരുന്നത്. സ്വാഭാവികമായും അത് ചിലരെയൊക്കെ അങ്ങ് അസ്വസ്ഥരാക്കി. അവരെന്നെയും എൻ്റെ എഴുത്തിനെയും ഭീഷണിപ്പെടുത്തി, ശാരീരികമായും മാനസികമായും തളർത്തി. പോരാത്തതിന് സോഷ്യൽ മീഡിയയിലൂടെയുള്ള കടുത്ത സൈബർ ലിഞ്ചിങ്ങും കൂടെ ആയപ്പോൾ ഞാനത് നിർത്തി. കാരണം എന്താണെന്നോ, അവർ പറയും പോലെ എഴുതാൻ എനിക്ക് സൗകര്യമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ ജനങ്ങളോട് നേരിട്ട് പറയും. UTV ന്യൂസ്, പാലക്കാട്.